CJPയുടെ പ്രൊട്ടസ്റ്റിൽ പലവിധ താരങ്ങളടക്കം അത്തരത്തിൽ പോസ്റ്റുകളുമായും പബ്ലിക് നിലപാട് പറഞ്ഞിട്ടും വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അവതാരകയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായ പേളിമണി. ആ സമയത്ത് ആ സമരത്തിനെതിരെ പോസ്റ്റ് ഇടുകയും പിന്നീട് അതിൽ കമൻറ്റുകൾ വരുമ്പോൾ ആ കമൻറ്റുകൾ ഓഫാക്കുകയും മോദിയുടെ അടക്കം പോസ്റ്റുകൾ പങ്കുവെക്കുകയും കാവ്യാണ് എൻ്റെ ഇഷ്ടപ്പെട്ട നിറം എന്നടക്കം പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സമരത്തിൻ്റെ വിജയത്തിന് ശേഷം പേളി ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. വിശദീകരണമല്ല, ന്യായീകരണ വീഡിയോ എന്ന് തന്നെ പറയേണ്ടി വരും. ആ വീഡിയോയിൽ പറയുന്നത് താൻ ഉദ്ദേശിച്ച രീതിയിലല്ല താൻ പറഞ്ഞ വാക്കുകളെ ആൾക്കാർ വായിച്ചെടുത്തത്, ഞാൻ എഴുതിയതിലല്ല കുഴപ്പം, നിങ്ങൾ വായിച്ചെടുത്തതിലാണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പേളി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വീട്ടിൽ പോകുമെന്ന് പറയുന്നത് സുരക്ഷിതരായി ഇരിക്കാനാണ്, അല്ലാതെ നിങ്ങളിത് നിർത്തിയിട്ട് വീട്ടിൽ പോകൂ എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ ഞാൻ ആരുമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലെ സിബി മലയിലിനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ വന്നിരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലാതെ ആ മകനെതിരെയാണ് പറഞ്ഞത്. സിബി മലയിൽ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുണ്ടായത്. ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയി, അതിനോട് ക്ഷമിക്കണം, ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നല്ല നിങ്ങൾ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുത്ത് എന്ന് കൂടിയിട്ടായിരുന്നു പേളിമണി പറഞ്ഞു വെച്ചത്. ഇതിലേക്കാണ് അജിംസ് പേളി പറയുന്നത്, പേളി എഴുതിയ കാര്യങ്ങൾ വായിച്ചതിൽ ആ ആളുകൾക്ക് വന്ന കുഴപ്പമാണ്, ഞാൻ എഴുതിയതിലെ കുഴപ്പമില്ല എന്നാണ് ആ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, ഞാൻ പേളിമാണിയെ ഫോളോ ചെയ്യുന്ന ആളല്ല. എനിക്ക് പേളിമാണി ഏതെങ്കിലും തരത്തിൽ എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടില്ല. അവരൊരു മികച്ച നടിയാണെന്നോ മികച്ച ടെലിവിഷൻ ഹോസ്റ്റാണെന്നോ പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് പേളിമാണിയെ പോലുള്ള സ്ത്രീകളോട്, അത്തരം സ്വഭാവമുള്ള പെൺകുട്ടികളോട് എനിക്കൊരു തരത്തിലുള്ള വിരോധമോ വെറുപ്പോ പുച്ഛമോ ഒന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എനിക്ക് പരിചയമുള്ള ആളുള്ള ആ ഒരു ക്യാരക്ടറുള്ള ആളുകളുണ്ട്. പേളിമാണി എന്താണ്? പേളിമാണിക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നുമില്ല. അങ്ങനെ ധാരണയില്ലാതിരിക്കൽ തന്നെ ഒരു ക്യൂട്ട്നെസ്സിൻ്റെ ഭാഗമാണ് എന്നും അത് സെല്ല് ചെയ്യുന്ന ആൾ കൂടിയാണ് പുള്ളിക്കാരി. അവരുടെ ടെലിവിഷൻ ഷോയുടെയൊക്കെ ചില ഇത് കാണുമ്പോൾ അറിയാം, അതിനെക്കുറിച്ച് ധാരണയില്ല ഇതിരിക്കെ തന്നെ ആ ധാരണയില്ലായ്മ ഒരു ക്യൂട്ട്നെസ് ആണെന്നും ആ ക്യൂട്ട്നെസ് ആളുകൾ ഇഷ്ടപ്പെടുമെന്നും അവർ ധരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല ആ ഷോ, കപ്പ ബിരിയാണിയെ പറ്റിയുള്ള ഒരു കുക്കറി ഷോ എന്ന് നടത്തുകയാണ്. അപ്പോൾ അവർ പറയാണ് കപ്പ ബിരിയാണി അവർക്കറിയില്ല. അപ്പോൾ കപ്പ പറിക്കുന്ന വിഷിൽ കാണുമ്പോൾ, കപ്പ ഇങ്ങനെ പറിച്ചെടുക്കുന്ന കിഴങ്ങ് കാണുമ്പോൾ ഇതാണോ കപ്പ ബിരിയാണി എന്ന് ചോദിക്കുന്നു. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പെരുമാറുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ജനുവിനിൽ അങ്ങനെ ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളാണ് അവർ പറയുന്നൊരു കാര്യത്തിൽ നമ്മൾ കാര്യഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ട്, അവർ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവർ പ്രണയത്തിലാവുകയും ശ്രീനിഷ് അരവിന്ദ് എന്ന് പറഞ്ഞൊരു സീരിയൽ നടനുമായി പ്രണയത്തിലായി അവർ വിവാഹം കഴിച്ചു. പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ ലോകത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ട് അങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ധാരാളം പൈസ സമ്പാദിക്കുന്ന ആളുകൾ ലോകമെമ്പാടുമുണ്ട്. അതിലൊരു കേരളത്തെ സംബന്ധിച്ചാണ് കേരളത്തിലെ ഫസ്റ്റ് ജനറേഷൻപ്പെട്ട ഒരാളാണ് പേളിമാണി. അവരവരുടെ വിവാഹം, കുട്ടികളുണ്ടായത്, ആ കുട്ടികളെയൊക്കെ എല്ലാ ദിവസവും കാണും. അതിന് ഒരുപാട് പ്രേക്ഷകരുണ്ട്, മില്യൺ കണക്കിന് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവിടെയും അവരെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി അവരുടെ ഫാമിലി ലൈഫ് തന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ മാതൃകയാക്കണം എന്ന രീതിയിലല്ല കൊടുക്കുന്നത്. അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് അവരാളുകൾക്ക് കൊടുക്കുന്നത്. അവരുടെ ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ് സെല്ല് ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നു. സോഷ്യൽ മീഡിയ വരുമാനം ഉപയോഗിച്ചിട്ട് അവർ നല്ല പൈസ ഉണ്ടാകുന്നത് സത്യമാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവരേതെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ള ആളാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വൊന്നുമില്ല. ഇപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷം അവരുടെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനം, ജന്തർ മന്തർ സമരത്തെക്കുറിച്ചുള്ള കുട്ടികൾ ജീവനിൽ പേടിയേണ്ടി വീട്ടിൽ പോക്കോ എന്ന് ഭീഷണിപ്പെടുത്തുന്ന, ക്യൂട്ടായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ആ പോസ്റ്റ് വന്നതിന് ശേഷം അവരൊരു വിശദീകരണ വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു. അയ്യോ, അത് വൻ അസഹനീയമാണ്. എനിക്ക് എൻ്റെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഓർമ്മ വന്നത്. അതായത് അവർ ഇംഗ്ലീഷ് എഴുതിയ കാര്യം പറയുന്നുണ്ട്, മലയാളത്തിൽ വിശദീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിലും ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത എന്തോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇതായിട്ട് ആകെ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയൊരു പരാമർശം, സിബി മലയിലിനെ പരാജയപ്പെട്ട സിനിമക്കാരനെന്ന് വിളിച്ചാൽ അവർ സോറി പറയുന്നുണ്ട്. അതെനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നി. ബാക്കി അത് മുഴുവൻ ആത്മാർത്ഥതയില്ലാത്തൊരു കാട്ടിക്കൂട്ടലാണ്. ഇനി അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വുണ്ടോ, അവർ BJP കാര്യമാണോ, അവരുടെ കമൻറ്റിൽ മുഴുവൻ അവരെ സംഗീണി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യ എനിക്ക് ഇഷ്ടപ്പെട്ട നിറമാണെന്നൊക്കെ പറഞ്ഞാണ് കാരണം. ഇപ്പോൾ ഇന്നലെ വന്നൊരു പോസ്റ്റ്, കഴിഞ്ഞ ഒരു 4-5 ദിവസം വന്ന പോസ്റ്റ്, ഈ വിവാദം ഉണ്ടാവുന്ന ആ സമയത്ത് വന്നൊരു പോസ്റ്റ് എന്ന് ഞാൻ കണ്ടിരുന്നു. അതായത് മൻ കി ബാത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ സംഖ്യയല്ലാത്ത ഒരേ ഒരാൾ പേളിമാണിയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സംഖ്യയാവാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ഭർത്താവ്, ഇപ്പോൾ ശ്രീനിഷ്, അവരുടെ രാഷ്ട്രീയം ചിലപ്പോൾ ഇവരെ സ്വാധീനിച്ചേക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് പേളിമാണി. ഇപ്പോൾ സ്വന്തം ഭർത്താവ് ഇപ്പോൾ സംഖ്യയാണ്, എന്നാൽ പിന്നെ ഞാനും സംഘപരിവാർ ലൈനിൽ പിടിച്ചേക്കാം എന്ന് വിചാരിച്ചേക്കാവുന്ന ഒരാൾ കൂടിയാണ് അവർ. ഇനി സംശയിക്കാവുന്ന മറ്റൊരു കാര്യം, ഈ മൻ കി ബാത്ത് പരിപാടി നടന്ന ഏപ്രിലാണ്, 2021 ഏപ്രിലോ മറ്റോ ആണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ്, 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ വീട്ടിൽ IT റെയ്ഡ് നടന്നിരുന്നു.
അത് യൂട്യൂബർമാരുടെ വീടുകളിൽ യൂട്യൂബർമാരുടെ വരുമാനം സംബന്ധിച്ചൊരു നിയമം സർക്കാർ കൊണ്ടുവന്നു. അതിന് തൊട്ടുടനെ തന്നെ രാജ്യത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂട്യൂബർമാരുടെ വീട്ടിൽ IT റെയ്ഡ് നടന്നു. അപ്പോൾ അങ്ങനെ IT റെയ്ഡ് നടന്നാൽ ആളുകൾ രാഷ്ട്രീയം മാറുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പേളി മാണിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരാം. അവർ പറയുന്നത് 11 മണിയായപ്പോൾ എനിക്കൊരു പോസ്റ്റർ ഇടണമെന്ന് തോന്നി, അവിടെ വെടിവെപ്പിൻ്റെയും ലാത്തി ചാർജിൻ്റെ റീലുകളാണ് ഞാൻ മുഴുവൻ കണ്ടത്, അതുകൊണ്ട് എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത വാദമാണ്. കാരണം റീലുകളിൽ വളരെ കുറച്ചേ ലാത്തി ചാർജിൻ്റെ ഉള്ളൂ. കേരളത്തിൽ വരുന്ന ആൽഗോരിതത്തിൽ കൂടുതലും സമരഭൂമിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ്. അതൊന്നും കാണാതെ ലാത്തി ചാർജിൻ്റെ വെടിവെപ്പിൻ്റെ മാത്രം റീല് കണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് പേളി മാണി ആ പോസ്റ്റ് ഇട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2 കാര്യങ്ങൾ കൊണ്ടാവാം. ഒന്ന്, ഈ പറയുന്ന പലവിധ ഇൻഫ്ലുവൻസിനാൽ അവരുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടാകാം, അവർ BJP അനുഭാവിയായിട്ടുണ്ടാകാം. മറ്റൊന്ന്, ഈ പറയുന്ന ഈ ക്യൂട്ട്നെസ്, ഓവർ ക്യൂട്ട്നെസ് കൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് കരുതി ചെയ്യുന്നതാവാം. അതുമല്ലെങ്കിൽ IT റെയ്ഡ് ആവാം. അതേ ഞാൻ കാണുന്ന കാര്യമുള്ളൂ. യെസ്, ദിവസം ഈ പേളി മാണി അവർ നടത്തുന്ന ഷോയുണ്ട്. അതിൽ ഈ സിനിമകൾ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള താരങ്ങളുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനൊക്കെ മില്യൺസ് വ്യൂസാണ് ഓരോ ഇൻ്റർവ്യൂ. അതിലിപ്പോൾ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് അവരെ സമീപിക്കുമ്പോൾ അവർക്കിപ്പോൾ ഡേറ്റ് ഇല്ല ചെയ്യാനെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കാറുണ്ടെന്ന് നമ്മളോട് തന്നെ ആളുകൾ പറയാറുണ്ട് വിഹാരം. അപ്പോൾ അത് വലിയൊരു തരത്തിൽ അവരൊരു ബിസിനസ്സായി. ഇപ്പോൾ അവരതിലൊരു വിശദീകരണ വീഡിയോ ഇറക്കുന്ന ഈ സമരം വിജയിച്ചതിന് ശേഷമാണ്. ഈ സമരത്തിന് അങ്ങനെ ഒരു അവസാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ആ പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുമായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഈ ഒരു വിജയം കണ്ടുകൂടി. കാരണം ഇതുവരെ ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും. അതിനൊക്കെ വലിയ രീതിയിൽ ഫോളോവേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് സ്വീകരിച്ചൊരു നിലപാട് മാത്രമായിരിക്കില്ല. തീർച്ചയായും അതിൽ ഇപ്പം 3 സാധ്യതകൾ അജിംസ് പറഞ്ഞു. 4മത്തെ സാധ്യത കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരം കനക്കുമ്പോൾ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു കൗണ്ടർ ക്യാമ്പയിൻ IT സെൽ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഷീ മൈറ്റ് ഹാവ് ബീൻ അപ്രോച്ച്ഡ്. അവർ അങ്ങനെ നിലക്കുള്ള ചിലപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യപ്പെട്ട ധാരാളം പേരുണ്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ അവർ ഏതെങ്കിലും നിലക്കുള്ള ഇൻസെൻറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ അപ്പം അജിൻസ് പറഞ്ഞ ഒരു ഇതിലൊക്കെ വളരെ ക്യൂരിയസ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരാൾ ഇതേക്കുറിച്ച് എന്ത് ഓക്കെ ഇവരിങ്ങനെ ഒരു സംഗതി അപ്രോച്ച് ചെയ്തു എന്ന് പറയാം, എങ്ങനെ ഇത് പറയണം, എന്ത് പറയണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത, കാരണം പൊളിറ്റിക്സിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒന്നും വ്ളോഗ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഇതിൽ പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായ സ്ലിപ്പേജസ് അതിനകത്ത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു നഷ്ടക്കച്ചവടമാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചറിഞ്ഞ വേറൊരാളുണ്ട്, അഖിൽമാരോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ CJP സമരം നമ്മൾ ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സംഘി ഇതിനകത്ത് ഉണ്ടാക്കിയ കൺഫ്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സെലിബ്രിറ്റികളെയും കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട്. കാരണം ബിക്കോസ് സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരാൾ ജെൻസിയാണ് അല്ലേ. അവർക്കിടയിൽ നിൽക്കുക, അവർക്കിടയിൽ ഡീഗ്രേഡായ പിന്നെ കയറാൻ വലിയ പണിയല്ലേ. അപ്പോൾ അവർ മൊത്തത്തിലൊരു സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ സാധാരണഗതിയിൽ സെലിബ്രിറ്റികൾ ജെൻസികളുടെ ഇനിഷ്യേറ്റീവിൽ തുടങ്ങുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പുറത്ത് ആരുണ്ട്? G ഉണ്ട്, 56 ഇഞ്ചുണ്ട്, അമിത്ഷാ ഉണ്ട്, IT ഉണ്ട്, ED ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. നമ്മളാണ് ഇത്രയും കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് എവിടെ നിൽക്കണം എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ ഈ സെലിബ്രിറ്റി പോപ്പുലേഷനിൽ ആ കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അത് പലരുടെയും അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പോസ്റ്റ്. എൻ്റെ ദൈവമേ, അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു പണ്ഡിറ്റും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. ആ ജാതിയാണ് അതിൻ്റെ ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തപ്പോൾ സച്ചിൻ പറഞ്ഞിരിക്കണത് എന്ന് ആർക്കും മനസ്സിലാവില്ല. എന്തിനാണ് അവന് സച്ചിൻ പോസ്റ്റ് ഇടുന്നത്? സച്ചിൻ എന്തിനായിരിക്കും അവൻ ആർക്കും മനസ്സിലാത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക? ഇപ്പുറത്തുള്ള പ്രഷർ ഉണ്ടാവും, ഈ ജിയുടെ മിത്രങ്ങളുടെ ഭാഗം എന്നുള്ള പ്രഷർ ഉണ്ടാവും. അതേസമയം ഈ മനുഷ്യൻ ഈ പിള്ളേരുടെ ഇടയിൽ ഉണ്ടല്ലോ, ആ പ്രഷറിന് ഒഴിവാക്കാൻ പറ്റില്ല, എന്നാൽ പിള്ളേരുടെ ഇടയിൽ മോശക്കാരനാകാൻ പറ്റില്ല. അപ്പോൾ കളിക്കുന്ന ഒരു ബാലൻസ് കളിയാണത്. അത് പല സെലിബ്രിറ്റീസും കളിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള ആർക്കും മനസ്സിലാകാത്ത പോസ്റ്റുകൾ വേറെ ആളുകളിട്ടുണ്ട്. പക്ഷെ പേളി മാണി പറഞ്ഞാൽ വലിയ ധാരണ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ കയറി അങ്ങ് ഡയലോഗ് അടിച്ചു. അത് പണി കിട്ടി എന്ന ആൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. സമരം വിജയിക്കുകയും കൂടി ചെയ്തപ്പോൾ പിന്നെ എഗൻ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നി. അപ്പോഴാണ് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിവൊക്കെ ഈ പറഞ്ഞവർ അവർ ഈ സോഷ്യൽ മീഡിയ അവർക്ക് അവരുടേതായ ഒരു ഫോളോവേഴ്സും ലോഗമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെയും അത് സാധാരണഗതിയിൽ വലിയ രാഷ്ട്രീയം ഒന്നും ഇല്ലാത്ത ഒരു ഫോളോവേഴ്സ് ബേസ് ആയിരിക്കും അവർക്കെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ പേളി മാണിയുടെ ഫോളോവേഴ്സ് ബേസിലും രാഷ്ട്രീയം സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്നും അവർ പേളി മാണിയെ തിരുത്താൻ, പേളി മാണി എന്ന് പറയുമ്പോൾ ഒരു അടയാളം മാത്രമാണ്, അങ്ങനെയുള്ള ആളുകൾ തിരുത്താൻ പാകത്തിലെത്തി എന്നുള്ളതാണ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്.
യെസ്, എന്തായാലും പേളിമണി ആരാണെന്ന് മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പേളിമണിയെ കുറിച്ചിട്ട് വരുന്ന വാർത്തകളുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പേളിമണിക്കെതിരാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന്.